Seen, no ear has heard, heart cannot perceive. കുരിരുളിൽ താഴ്വരയിൽ എൻ്റെ യേശു നീതി സൂര്യനായി ആയിരങ്ങൾ പതിനായിരങ്ങൾ എന്നേരിൽ വന്നുവെങ്കിലും കുരിരുളിൽ താഴ്വരയിൽ എൻ്റെ യേശു നീതി സൂര്യനായി ആയിരങ്ങൾ പതിനായിരങ്ങൾ എന്നേരിൽ വന്നുവെങ്കിലും മരണമേ ഇനി നിൻ ജയമെവിടെ എന്നെ നടത്തിയോ ഇനി എൻ കൂടെയുണ്ട് എന്റെ ഭാരമെല്ലാം നീങ്ങിയുള്ള ദൈവമാ എന്റെ കൂടെയുള്ള ദൈവമാ എന്റെ ഭാരമെല്ലാം എന്റെ കൂടെയുള്ള ദൈവമാ എന്റെ കൂടെയുള്ള ദൈവമാ യാഗമായി അന്ത്യമെന്നതിനാൽ ചുമന്ന കല്ലറയിൽ ശ്വാസമായി ജീവനായി കണ്ണുകൾ തുറന്നവൻ കുരിശിലേറി യാഗമായി അന്ത്യമെന്നെല്ലാം ചൊല്ലുന്ന കല്ലറയിൽ ശ്വാസമായി ജീവനായി കണ്ണുകൾ തുറന്നവൻ മരണമേ ये दुनिया को मैं कैसे बताऊं, काम इतने सारे लाइन में कैसे राइट कराऊं। हाँ सारी दुनिया देख रही तू मुझ जैसे को खा ले, हेवनली फीस का जादू पूरी दुनिया पे जाओ। तब अकेला तू हमें साथ खड़ा, लाखों थे रोकने वाले कोई मुझको रोक सका, फेमस करना मुझको अब जाने का पूरा संसार। रोमा रोमा फिर भी गाना तेरे चलते मिले पाए niente cure കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് വീണ്ടും ഒരു പ്രാവശ്യം നിങ്ങളോട് കൂടെ ആയിരിക്കാൻ കർത്താവ് അനുവദിച്ചു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഞങ്ങൾ രണ്ടുപേരും പല രാജ്യങ്ങളിൽ പല ദേശങ്ങളിൽ ശുശ്രൂഷയിലാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങളാണ് ഞങ്ങളെ അയക്കുന്നത്. സോ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത നിലയിൽ വചനത്തിൻ്റെ വാതിൽ തുറക്കുവാനായി പ്രാർത്ഥിക്കണം. 21 ദിവസം കോട്ടയത്ത് ഞങ്ങൾക്ക് ഒന്നിച്ചിങ്ങനെ ദൈവമക്കളെല്ലാവരും ചേർന്ന് വാസ്തവത്തിൽ പകലും വൈകിട്ടുമുള്ള കൂട്ടങ്ങളിൽ വചനം പഠിക്കുകയായിരുന്നു. എന്തുവാ
ഈ തിരുവചനത്തിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്, സഭ എന്താണ്, ഒരു പുതിയ നിയമ വിശ്വാസി ആരാണ്, ക്രിസ്തു ആരാണ്, ഇതൊക്കെ ഞങ്ങളിങ്ങനെ ഒന്നിച്ച് മനസ്സിലാക്കി സന്തോഷിക്കുകയായിരുന്നു. സഭയെന്ന് പറയുന്നത് തന്നെ അല്ലേ, സഭയെന്ന് പറയുന്നത് തന്നെ എൻ്റെ എക്സ്പ്ലനേഷൻ ഒരാൾക്ക് മനസ്സിലായാൽ, ഗ്രഹിച്ചാൽ, വാട്ട് ഈസ് എ ചർച്ച്, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ബുക്ക്, വാട്ട് ഈസ് എൻ ചർച്ച്, ദ വേർഡ്സ് ഫോർ ദ ചർച്ച് ആൻഡ് ദ പ്രെയർ ഓഫ് ദ ചർച്ച്, ഈ മൂന്നും കൂടെ ചേർത്തൊരു ബുക്ക് ഐ എം റൈറ്റിംഗ് ഡൗൺ. പ്രേക്ഷകർക്ക് ഫ്രീ ആയിട്ട് അയക്കുമ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി തരാനാണ്. ഇറ്റ് വിൽ ബി അത് വായിക്കുമ്പോൾ തന്നെ വാസ്തവത്തിൽ സഭ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ക്രിസ്തു എന്താണെന്ന് മനസ്സിലായാൽ എന്തൊരു ഫ്രീഡമാണ് അല്ലേ, നിശ്ചയമായിട്ടും ഭയങ്കര ഒരു ഫ്രീഡമാണ്. അതാ ഈ അപ്പോസ്തല പ്രവൃത്തി 15 പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ചുമക്കാൻ പറ്റാത്ത നുകം ജാതികളിൽ നിന്ന് വരുന്നവരുടെ മേൽ ഇട്ട് ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം അത് കേട്ടപ്പോൾ വലിയ ചിലർ നിങ്ങളെ പരിഭ്രാന്തിപ്പെടുത്തി എന്നൊക്കെയാണ് ഈ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കേട്ടപ്പം ജാതികളിലുള്ളവർക്ക് ഭയങ്കര സന്തോഷം, വചനം വായിച്ച് സന്തോഷിച്ചു. അപ്പം സഭയുടെ വചനം എന്താ, സഭ എന്താ, അപ്പോസ്തോലിക തത്വങ്ങൾ എന്താ, ഇതെല്ലാം മനസ്സിലായി ക്ലിയർ ഡയറക്ഷൻ ആയി കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. ഞാനെടുത്ത സെഷൻ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന എന്താ, പ്രാർത്ഥന. അപ്പം പ്രാർത്ഥന എന്താണെന്ന് പറയുന്ന മുമ്പേ പ്രാർത്ഥിക്കുന്ന ആളുമായിട്ടുള്ള ഒരു ബന്ധം ആദ്യം മനസ്സിലാക്കണം. അതിൻ്റെ അവസാനം ആഴ്ച വന്നപ്പം തോമസ് ബ്രദർ ശ്രദ്ധിച്ച കാണും, ആർക്കും പിന്നെ പ്രെയർ റിക്വസ്റ്റ് ഇല്ല. പ്രെയർ റിക്വസ്റ്റിൻ്റെ അവസാനമാണ് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ മനസ്സിലായി കഴിയുമ്പോൾ. ഈ ഭൗതികമായ ആ ലോകത്തെക്കാളും വലിയ ഉന്നതവും സമ്പന്നതയും യേശുക്രിസ്തുവിൻ്റെ നിത്യജീവൻ വന്നതോടെ വി ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ഡിഫറെൻറ്റ് ലെവൽ. അത് മനസ്സിലാക്കാനായി ഈ ദിവസങ്ങളിൽ വന്നവർക്കെല്ലാം തോമസ് ബ്രദർ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ, ഈ പ്രെയർ റിക്വസ്റ്റിന് വേണ്ടി ഒരു ബക്കറ്റ് അവിടെ വെച്ചു, പിന്നെ അവസാനം ഇല്ല. എന്താണെന്ന് വെച്ചാൽ തങ്കു ബ്രദറെ, പലപ്പോഴും വിശ്വാസികൾക്കെല്ലാം നമുക്കൊക്കെ ആദ്യം അങ്ങനെയായിരുന്നു. ഈ പലരും ദൈവത്തോട് പറഞ്ഞാൽ, പല ദൈവദാസന്മാരെ കൊണ്ട് ഒരേ കാര്യം പറയിപ്പിച്ചാൽ അതിന് വിടുതൽ കിട്ടും, അല്ലെ പല തവണ പറഞ്ഞാൽ വിടുതൽ കിട്ടും. ദൈവം അങ്ങനെ പ്രവർത്തിക്കാൻ വളരെ താമസമുള്ള ഒരാളാണ്, ദൈവം പെട്ടെന്ന് തരത്തില്ല. ഇങ്ങനെ ഒത്തിരി ദൈവത്തിനെ മനസ്സലിയിപ്പിക്കണം. പണ്ട് തോമസ് ബ്രദർ ഓർക്കുന്നുണ്ട്, ഒരാൾ തോമസ് ബ്രദറിനെ വിളിച്ചു, എന്നെയും വിളിച്ചു, നിങ്ങൾ തമ്മിൽ ആർക്കാ കൂടുതൽ പവർ? എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർക്കാ ശക്തി കൂടുതൽ? ഞാൻ രണ്ടിടത്തും പ്രാർത്ഥിപ്പിക്കാറുണ്ട്. അറിയാതെ ദൈവദാസന്മാരിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ഓരോരുത്തർ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പുതിയ വ്യക്തിയാണെങ്കിൽ നമ്മളവരെ ഒത്തിരി ആഴമൊന്നും പറയാറില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ഇന്ന് രാവിലെ തങ്കു ബ്രദറെ, ഒരു സിസ്റ്റർ, വാസ്തവത്തിൽ അവർക്ക് വളരെ പ്രയാസകരമായൊരു കാര്യമാണ്. ആ സഹോദരി ശുശ്രൂഷയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സഹോദരി മെഡിക്കൽ കോളേജിലൊരു സ്റ്റാഫായിരുന്നപ്പോൾ വേറൊരാൾക്ക് പ്രാർത്ഥിച്ച് സൗഖ്യമായി. ഇപ്പോൾ തൻ്റെ മകൻ അസുഖമായിട്ട് കിടക്കുമ്പോൾ എന്നോട് ഞാൻ, ബ്രദറെ ഇനി അറ്റ കൈക്ക് ബ്രദറിനെ വിളിക്കുന്നു. ഒത്തിരി പേരെ കൊണ്ട് പ്രവാചകന്മാരെ പ്രാർത്ഥിപ്പിച്ചു, ഉപവാസ പ്രാർത്ഥന തന്നെ പലരും നടത്തി, മകന് വിടുതലില്ല. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്ററിൻ്റെ അകത്ത് പവറുണ്ട്. നോ, ഇല്ലല്ല, അങ്ങനെ പറയരുത്, നിങ്ങളൊക്കെ പ്രത്യേക ആൾക്കാരാണ്. ആ സഹോദരി വളരെ വർഷങ്ങളായിട്ടൊരു വിശ്വാസിയാണ്. അല്ല, അതിനകത്ത് തോമസ് ബ്രദറെ എൻ്റെ ഒരു അഭിപ്രായം, ഒന്ന്, വിശ്വാസികളാണ് ദൈവദാസന്മാരെ വഷളാക്കിയത്. മീറ്റിങ്ങിൽ തങ്കു ബ്രദർ ഈ പ്രയോഗം പറഞ്ഞു. കഴിഞ്ഞ മീറ്റിങ്ങിൽ എനിക്ക് സഭയെക്കുറിച്ച്, സഭയെന്ന് പറയുന്ന ഹെവൻലി ഫീസ്റ്റ് മാത്രമല്ല, വിശ്വാസികളെക്കുറിച്ച് വലിയൊരു ഭാരം എൻ്റെ അകത്താണ്. ക്രിസ്തു ആരാ? ഇത്രയും ചെറുതാണോ യേശു? അപ്പോൾ വാസ്തവത്തിൽ രണ്ട് കൂട്ടരെയും പഠിക്കണം. വിശ്വാസികളാണ് പാസ്റ്റർമാരെ വഷളാക്കിയത്, പാസ്റ്റർമാരാണ് വിശ്വാസികളെ വഷളാക്കിയത്. എന്തെങ്കിലും ഇടുക്കിയത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ശുശ്രൂഷ കുറേ പേരുടെ ഒരു മോണോപ്പൊളൈസ് ചെയ്ത് കഴിഞ്ഞു. അതെ, അവിടെ പ്രശ്നം പറ്റിയത്. അതായത് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ? അതെ, കണ്ടില്ലെങ്കിലും കണ്ടെന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഡിവിനിറ്റി പോയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ്. ഒന്നും കണ്ടിട്ടില്ല, പിന്നെ ഭയങ്കര എന്തിനാ, വാട്ട് ഇസ് ഇറ്റ്?
ദ സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, ആലോചനയുടെ ആത്മാവ് നമ്മുടെ അകത്തല്ലേ ഇരിക്കുന്നത്, അല്ലേ? അത് മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്താ, കിങ്ഡം ഓഫ് ലവിലാണ് വന്നിരിക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ പുതിയ ഒന്നുമല്ല, അത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് നമ്മൾ ആരാണ്. വാസ്തവത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുമ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ ആരാന്ന് പിടികിട്ടുന്ന പോലെ. അതെ, തങ്കു ബ്രദർ മുമ്പേ പറഞ്ഞല്ലോ, ഈ നമ്മൾ ഈ പ്രാവശ്യം തങ്കു ബ്രദർ പ്രധാനമായിട്ടും ഒരു പുതിയ നിയമവിശ്വാസിയുടെ പ്രാർത്ഥന, തങ്കു ബ്രദർ ഈ പൗലൂസിൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചത്. എൻ്റെ ചിന്താഗതികൾ മാറാനിടയായത് എഫേസ് ലേഖനത്തിൽ ഈ പൗലൂസിൻ്റെ പ്രാർത്ഥന വായിച്ചത്. പൗലൂസിൻ്റെ പ്രാർത്ഥന ഇപ്പം തങ്കു ബ്രദർ ഒരു കാലത്ത് ഒത്തിരി പ്രസംഗിക്കാറുന്നില്ല, ഈ അമേരിക്കയിലൊക്കെ ചെന്നപ്പോൾ അവിടെ എബ്ബേസിൻ്റെ പ്രാർത്ഥന ഒത്തിരി പേര് കയ്യെ കഴുത്തേൽ ഒക്കെ കെട്ടി നടക്കുക, ജെബേസ് പ്രൊട്ടക്ട് ചെയ്യുന്നു. എബ്ബേസിൻ്റെ പ്രാർത്ഥന എഴുതി വിശ്വാസികളാണ്, രക്ഷിക്കപ്പെട്ടവരാ. ഒരു കാലത്ത് അതും ഇതൊക്കെ കെട്ടി നടന്ന് ഇപ്പം പ്രാർത്ഥന കെട്ടിയിട്ടുണ്ടാണ്. അതായത് ഇത് രക്ഷിക്കുമെന്നാണ് പറയുന്നത്, അബ്ബേസിൻ്റെ പ്രാർത്ഥന. ഇപ്പം തോമസ് ബ്രദർ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, വേറെ ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട്, നെഹമ്യയുടെ പ്രാർത്ഥന. നെഹമ്യയുടെ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, ദൈവമേ ഞങ്ങൾ നിന്നോട് അവിശ്വസ്തരായിരിക്കുമ്പോൾ നീ ഞങ്ങളെ ചെതറിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളോട് മനസ്സലിക്കണേ. അതേ സമയത്ത് ലേഖനങ്ങളിൽ വായിച്ചാൽ എന്താ, നിങ്ങൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും അവൻ വിശ്വസ്തനായിരിക്കുന്നു. അതല്ല, കരയിപ്പിക്കാനും. അതുകൊണ്ടാണ് ഈ റോമർക്കെഴുതിയ ലേഖനത്തിൽ വീണ്ടും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിലേക്ക് കൊണ്ടുപോകുക നമ്മുടെ പ്രസംഗങ്ങളും പ്രാർത്ഥനകളും പലതും. ഈ പൗലൂസിൻ്റെ പ്രാർത്ഥന, എഫേസ് ലേഖനത്തിലെ പ്രാർത്ഥന നോക്കുമ്പോൾ, എഫേസർ 1:15 മുതൽ വായിക്കുമ്പോൾ, അവിടെ ഒന്നും ഒരു വിശ്വാസിക്ക് പുതുതായിട്ട് കിട്ടാൻ ആ പ്രാർത്ഥനയ്ക്കകത്തില്ല. അതാ തങ്കു ബ്രദറെ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചത്. ഒന്നും വിശ്വാസിക്ക് കിട്ടാൻ പ്രാർത്ഥിക്കുന്നില്ല, എല്ലാം അവൻ്റെ അകത്തുണ്ട്. അവൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഓൾറെഡി ഉള്ളത് കാണാൻ. ഈ പഴയ നിയമത്തിൽ ഈ ഒത്തിരി പേരുടെ ഒരു പ്രസംഗമാണ് ഹാഗാറിനെ കുറിച്ച് പറയുമ്പോൾ, അവിടെ ഹാഗാറിന് വേണ്ടി ഒരു നീരുറവ തുറന്നു എന്ന് ഒരു പറച്ചിട്ടുണ്ട്. അവളുടെ നിലവിളി കേട്ടു, അങ്ങനെ ബാലൻ്റെ നിലവിളി കേട്ടു, അവളൊരു നീരുറവ കണ്ടു എന്നാ. അപ്പൊ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, അതിന്റെ അരികെ കിടന്ന് വെള്ളത്തിൽ കരഞ്ഞോണ്ട് ശ്രദ്ധ അത് കാണാൻ പറ്റിയില്ല. ഇല്ല അല്ല, അപ്പം വലിയൊരു നദിയുടെ അരികെ കിടന്നാണ് ഒരു തുരുത്തി വെള്ളത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് തന്നെയാണ് വാസ്തവത്തിൽ വിശ്വാസികളായ നമുക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ ജീവിക്കുന്ന ജലത്തിന്റെ നദികൾ അകത്തുനിന്ന് ഒഴുകുമ്പോൾ ഇവിടെ ദാഹിച്ചു നിൽക്കുക. അതിന്റെ സൈഡിൽ ഇതിനകത്ത് നല്ല കുളിക്കുന്നത് വലിയൊരു തരണം. ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിലേക്ക് വന്ന കാലഘട്ടത്തിൽ കേട്ട പല പ്രസംഗങ്ങളും അവരെല്ലാം മോശമാക്കുകയല്ല. അന്ന് പൊതുവിൽ ഇപ്പോൾ എൻ്റെയും മനസ്സിലെ ധാരണ, നമ്മൾ ഒത്തിരി കരഞ്ഞാലേ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ, തോമസ് ബ്രദർ അങ്ങനെ പ്രസംഗിക്കുന്നതാണ് ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടം. എന്ന് പറഞ്ഞാൽ എല്ലാം ഈ ദൈവാസനം ചെയ്തോളും, ദൈവാസനം ഉപവസിച്ചോളും, പ്രാർത്ഥിച്ചു നമുക്ക് നമ്മുടെ ജീവിതം നയിക്കാം. അവരിതെല്ലാം ചെയ്യും. പിന്നെ നമുക്ക് മനസ്സലിപ്പിക്കണമല്ലോ ദൈവത്തിൻ്റെ. നമുക്ക് കരഞ്ഞും ഈ നീന്തിയും പലതും. പണ്ട് തോമസ് ബ്രദറിൻ്റെ പെങ്ങളുടെ മകന് ഒരു അഡ്മിഷന് വേണ്ടി ഒരു സ്ഥലത്ത് പോയപ്പം ഒരു അമ്മച്ചി ആ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളാരെയും കുറ്റം പറയാറില്ല, പക്ഷേ ആ അമ്മച്ചി ഇഷ്ടിക ചുവന്നുകൊണ്ട് നടക്കും. അമ്മച്ചിക്ക് ഒരു 80-85 വയസ്സാണ്. ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ തണലി മാറി നിൽക്കുകയാണ്. തോമസ് ബ്രദർ അകത്ത് അഡ്മിഷൻ്റെ കാര്യം പറയാൻ പോയി. ഈ അമ്മച്ചി ഇഷ്ടിക ചുവന്നുകൊണ്ട് പോകുന്ന കേട്ടപ്പോൾ ഇങ്ങനെ ഈ വളരെ വിഷമിച്ച നമ്മുടെ എന്നാ പറയുന്നത്, ഒരു ടയറൊക്കെ പഞ്ചറായി വണ്ടി ഓടുന്ന പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, എടുക്കാൻ മേല. അപ്പം ഞാൻ ഓടിച്ചെന്ന് അമ്മച്ചിയോട് പറഞ്ഞു, ഈ ഇഷ്ടിക ഞാൻ വേണം ചുമക്ക്, തൊട്ടടുത്താണ്, ഞാൻ തന്നെ എടുത്തു തരാം അമ്മച്ചി. കാര്യം എൻ്റെ അമ്മയുടെ പ്രായത്തെക്കാളും കൂടുതൽ തരാം. ഒന്ന് പുള്ളിക്കാരത്തി എന്നോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, എൻ്റെ വീട് തട്ടി വറുക്കാൻ എടുക്കുവാണ്. ഞാൻ ചോദിച്ചു അതെന്നാ? അവിടെ പറഞ്ഞിട്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, ഈ ഇഷ്ടികയെല്ലാം ചുവന്ന് 2-3 റൗണ്ട് വട്ടം നടന്നാൽ നിനക്ക് ദൈവം ഒരു വീട് എന്ന് വെച്ചാൽ ദൈവം കഷ്ടപ്പെടുത്തി കുറേ നേരം മനസ്സലിഞ്ഞ് എന്നാ ആയിട്ടുണ്ട്. മറ്റേ എന്നാ തുരുത്തിയിൽ കണ്ണീരിട്ടിരിക്കുന്ന പറഞ്ഞ പോലെ. സോ പല തെറ്റിദ്ധാരണകൾ ഈ ദിവസങ്ങളിൽ മാറണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ അത് നമ്മൾ തുടങ്ങി വെച്ചു. ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ കുറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ
പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവായ യേശു പറയുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. അതെ. അപ്പോൾ അവിടെ യേശു പ്രാർത്ഥനയുടെ ഒരു മോഡ്യൂളാണ് പറയുന്നത്. അതെ. പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നീണ്ട പ്രാർത്ഥന ചെയ്യുന്നവർക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. നീണ്ട പ്രാർത്ഥന എന്ന് വെച്ചാൽ പബ്ലിക് നീണ്ട പ്രാർത്ഥന. പബ്ലിക് നീണ്ട പ്രാർത്ഥന എന്ന് വെച്ചാൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ജനസിസ് മുതൽ റെവലേഷൻ വരെ പ്രാർത്ഥിക്കും. ഭക്ഷണത്തിന് പ്രാർത്ഥിക്കുമ്പോൾ പോലും യേശുവിൻ്റെ പ്രാർത്ഥനകൾ തോമസ് രചിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് എ വേർഡ്, ഒറ്റ വാക്കാണ് എന്ന് പറഞ്ഞാൽ പരസ്യമായ ശുശ്രൂഷയുടെ മധ്യത്തിൽ ചെയ്ത പ്രാർത്ഥനകളില്ല. ദൈവവുമായിട്ട് ആഴമായിട്ട് ദ ഡീപ്പർ യുവർ റിലേഷൻഷിപ്പ് ഇസ് വിത്ത് ഗോഡ്, യുവർ പ്രെയർ വിൽ ബി ഷോർട്ട്. അത്രയും കോൺഫിഡൻസ്. അപ്പോൾ യേശു പറയുന്ന ചില കാര്യങ്ങളാണ് അവിടെ. ഡു നോട്ട് യൂസ് വെയിൻ റെപ്പിറ്റേഷൻ. നിങ്ങൾ ജൽപ്പനം ചെയ്ത ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണ്ട. സ്വതന്ത്രം 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 എന്ന് പറഞ്ഞുകൊണ്ട് അത് കൂടുതൽ പറയുന്നത് കൊണ്ട് ദൈവം മനസ്സിലാകുമെന്ന് നിങ്ങൾ വിചാരിക്കണം. വെയിൻ റെപ്പറ്റേഷൻ എന്നുള്ളതിൻ്റെ മലയാളം അർത്ഥശൂന്യമായ ആവർത്തനമാണ്. അർത്ഥശൂന്യമായ ആവർത്തനം. അപ്പോൾ അത് പാടില്ല. യേശു പറയാണ് അതുകൊണ്ട്, അതായത് നമ്മുടെ മനസ്സിനകത്ത് ദൈവത്തിൻ്റെ മനസ്സലിപ്പിക്കണം. അതുകൊണ്ട് കൂടുതൽ നേരം കരയും ബഹളമൊക്കെ വെക്കുമ്പോൾ വാസ്തവത്തിൽ തങ്കുബ്രദർ അത് തന്നെയാണ് മതം. അതാ ഈ കപടഭക്തന്മാരായ പരീശന്മാരും ശാസ്ത്രിമാരും ഇതിനെ ഒരു മതമാക്കുക, അതെ, ഒരു ആചരണമാക്കുക. അവർക്ക് ഇതെല്ലാം ചെയ്യുക, ഒരു കർമ്മത്തിലേക്ക് അവർ പോകുന്നു. അപ്പം അത് ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ മനസ്സലിയുന്ന. അപ്പം പ്രാർത്ഥിക്കുന്ന മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനും ഈ പ്രാർത്ഥിക്കുന്ന ആളുമായിട്ടുള്ള ബന്ധം എന്താണ്. ദാവീദിനോ മോശയ്ക്കോ അബ്രഹാമിനോ മറ്റാർക്കുമില്ലാത്ത ഒരു ക്ലോസ്നെസ് ഇന്ന് എനിക്കുണ്ട് യേശുക്രിസ്തു മുഖാന്തരം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പിന് ശേഷം ഞാൻ വീട്ടുകാരനായി. അതുകൊണ്ടാണ് യാചിക്കേണ്ട അവിടെ. അതുകൊണ്ട് തന്നെയാണല്ലോ മുമ്പേ തങ്കുബ്രദർ വാക്യം പറഞ്ഞായിരുന്നു. റോമാലേഖനം 8:14 മുതൽ വായിക്കുമ്പോൾ നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, പ്രാർത്ഥനയിൽ ഒരു സ്പിരിറ്റുണ്ട്. ദാസൻ്റെ അകത്തൊരു സ്പിരിറ്റുണ്ട്. അയ്യോ ഞാനിങ്ങനെ വണങ്ങി നിൽക്കണം. എന്നാലൊരു മക്കളുടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ നമ്മളെ കാണുമ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് വരികയാണെങ്കിൽ അവർ മാറി നിൽക്കല്ലോ, ഓടി വന്ന് പപ്പ എന്നാ കയ്യിൽ. ആ ഒരു സ്പിരിറ്റിൽ നമ്മൾ ചെല്ലണമെന്നല്ലേ കർത്താവ്. അതെ, ആ ദാസ്യത്തിൻ്റെ മനോഭാവത്തിൽ ഭയപ്പെട്ട് വെളിയിൽ നിൽക്കുകയല്ല, അല്ല, അപ്പനുമായിട്ടുള്ള അതുകൊണ്ട് തന്നെയാണല്ലോ അവിടെ യേശു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്ന മുമ്പേ പിതാവെന്ന് അവിടെ എടുത്തു പറഞ്ഞിരിക്കുക. പിതാവ് അല്ല, ചോദിക്കുന്ന മുമ്പേ, നിങ്ങൾ ഈ ഭൗതികമായ കാര്യം ചോദിക്കുന്ന മുമ്പേ. ഇതിൻ്റെ തുടർച്ചയാണ് യേശു പിന്നെ പറയുന്നത്, മുന്നമേ രാജ്യവും നീതി അന്വേഷിക്കും. കാര്യം ബാക്കി എല്ലാം ഉണ്ട്, സാമ്പത്തിക കാര്യങ്ങൾ, ഭൗതികമായ ആവശ്യങ്ങൾ, ഇതെല്ലാം പിതാവിന് അറിയാമല്ലോ നിങ്ങൾക്ക് വേണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ മുന്നമേ രാജ്യം അന്വേഷിപ്പിൻ. അതിനകത്ത് എന്നെ ആകർഷിച്ച ഒരു കാര്യം ഈ 9-ാമത്തെ വാക്യമാണ്. 9-ാമത്തെ വാക്യത്തിൽ ഈ വണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ശേഷം അവർ ഫാദർ ഇൻ ഹെവൻ, മൈ ഫാദർ ഇൻ ഹെവൻ അല്ല അവിടെ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞങ്ങളുടെ നോക്ക്, യേശുവിൻ്റെ ആ പ്രാർത്ഥനയിൽ തന്നെ നോക്ക്, ബാക്കി എല്ലാവരും നിങ്ങൾ നോക്ക്, പഴയ നിയമ പ്രാർത്ഥനകളിൽ നിന്ന് പലതും നോക്കുമ്പം എന്നെ അനുഗ്രഹിക്കണേ, എൻ്റേത് എന്ന് പറയുന്നത് യേശു അങ്ങ് മാറ്റുക. ആ സ്വാർത്ഥത മാറി സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇറ്റ് ഈസ് ബിക്കമിങ് എ കമ്മ്യൂണൽ ഫീൽ, കമ്മ്യൂണിറ്റി ആകുക, സഹോദര സംഘമാണ്. അതാ ഞങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ഒത്തിരി മക്കൾ വേറെ ഉണ്ട്. അപ്പം എൻ്റെ ആവശ്യം മാത്രമല്ല ഇത്, ഞങ്ങളുടെ പിതാവ്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളും അഥവാ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണല്ലോ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമല്ല മറ്റുള്ളവരുടെ ആവശ്യം കൂടെ അന്വേഷിപ്പിൻ. അതാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ മോഡ്യൂൾ തന്നെ ഇതല്ല പ്രാർത്ഥന, നിൻ്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ
നമ്മുടെ അകത്ത് രാജ്യം വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തങ്കു ബ്രദർ പറഞ്ഞ് ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പിന്നെ അപ്പോസ്തല പ്രവൃത്തിയിലെങ്ങും റിപ്പീറ്റ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോസ്തലന്മാരത് പിന്നെ എടുത്ത് പറയുകയല്ലേ ചെയ്തത്. നിൻ്റെ രാജ്യം വരണമേ എന്നാണെങ്കിൽ നമ്മളെ ദൈവരാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നാണ്. അതെ, ഒന്ന്. രണ്ട്, നീ ഇത് ചെയ്താൽ അത് ചെയ്യുമെന്ന് പറയുന്ന ന്യായപ്രമാണം. അതെ, ഞാൻ കടക്കാരനോട് ക്ഷമിച്ചാൽ നീ എന്നോട് ക്ഷമിച്ചാൽ ക്ഷമിക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രമാണം ഇന്നില്ല. അതുകൊണ്ടാണല്ലോ ഒന്ന് എഫീഷ്യർ, രണ്ട് റോമർക്ക് ഇത് ലേഖനം പറയാം, നിങ്ങൾ പാപികളായിരുന്നപ്പോൾ തന്നെ കർത്താവ് മരിച്ചു. എഫേസ്യ ലേഖനത്തിൽ പറയുകയാണ് ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിപ്പിക്കുന്ന, ക്ഷമിച്ചാൽ ക്ഷമിക്കുമെന്നല്ല, അതേ തന്നെ ക്രിസ്തുവിൽ ക്ഷമിച്ചു. അത് തന്നെയാണല്ലോ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും, ഹസ്ബൻഡ് വൈഫ് റിലേഷനിൽ പോലും ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കും. അപ്പം നമ്മൾ റിസീവ് ചെയ്തത് മറ്റു, അപ്പം അവിടെയും ഉടമ്പടിയല്ല, നീ ചെയ്താൽ ചെയ്യുമെന്നല്ല, ചെയ്താലും ക്രിസ്തുവിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പ്രാപിച്ചുവോ അതിനെ പ്രതിബിംബിക്കുന്ന കണ്ണാടികളായി നമ്മൾ മാറും. അപ്പം നമ്മൾ കർത്താവിൽ നിന്നും പ്രാപിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഇരിക്കുമ്പോൾ അതല്ല ദൈവരാജ്യത്തിൻ്റെ തത്വം. ഈ കിങ്ഡം ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന മാറും, ചിന്താഗതികൾ മാറും. ബിക്കോസ് കർത്താവ് എന്തിനാണ് എനിക്ക് തന്നത്, അത് അവിടെ നിന്നും വേറെ പോവുക. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലരും യേശുവിൽ വന്നിട്ട് പോലും ഉയർച്ച പ്രാപിക്കാത്തതിൻ്റെ ഒരു കാരണം ദേ ആർ നോട്ട് ഫോളോയിങ് ദ കിങ്ഡം പ്രിൻസിപ്പിൾ. ദൈവം നമുക്ക് തരുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഇറ്റ് ഈസ് ടു മാനേജ്. അപ്പം പ്രാർത്ഥനയുടെ ശൈലി തന്നെ അങ്ങ് മാറും നമ്മൾ മനസ്സിലാക്കുമ്പോൾ. സോ വാസ്തവത്തിൽ പ്രാർത്ഥനയ്ക്കുന്ന മുമ്പേ ഒരു കാര്യം പ്രഥമമായി മനസ്സിലാക്കേണ്ടത് ഞാനും ഈ പ്രാർത്ഥിക്കുന്ന ആളുമായിട്ടുള്ള ബന്ധമെന്ത്. ഞാനൊരു യാചകനല്ല, മകനാണ്. മകൻ മാത്രമല്ല, പിതാവിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള പ്രാഗൽഭ്യമുള്ള മകനാണ്. ആ പ്രാഗൽഭ്യം എൻ്റെ സ്വന്തമല്ല, യേശു ദാനമായി തന്ന പ്രാഗൽഭ്യം. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ പ്രവൃത്തിയോ എൻ്റെ ഒന്നുമല്ല നിൽക്കുന്നത്, യേശുവിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതിയില്ല. ഈ മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ അവൻ വന്നപ്പം ദാസന്മാരെ പോലെ ആക്കണമെന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷെ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ദാസനെ പോലെ ആക്കണമെന്നുള്ള ഭാഗം പിന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നില്ല. മുടിയനായ എൻ്റെ മുമ്പേ കവർ ചെയ്തു. കാരണം ഈ അപ്പൻ വന്ന് കെട്ടിപ്പിടിക്കല്ലേ, അതെ, കെട്ടിപ്പിടിച്ചപ്പോൾ ഇവൻ ബുദ്ധിയുള്ളവനാ, അനിയനെ പുള്ളിക്ക് പിടി കിട്ടി, എനിക്ക് ഇനി ആ കുറ്റബോധം വെക്കേണ്ട ആവശ്യമില്ല, അക്സെപ്റ്റ് ചെയ്തത്. എനിക്ക് കിട്ടിയ നീതിയിൽ ഇനിയിപ്പോൾ നിൽക്കാമല്ലോ, ഞാനും തന്നെ ദാസം കളിക്കാൻ പോകുന്നു. അതുകൊണ്ട് പിതാവ് ദാസന്മാരെ ഇനി വിളിച്ചവന് മോചനം കൊടുക്കാൻ പോകുന്നു. അതെ, ദാസന്റെ കൂടെ നിൽക്കാനാണ് നിൽക്കുന്നത്. അപ്പം അതേ സമയത്ത് ചേട്ടൻ ദാസന്മാരിൽ ഒരുത്തനെ വിളിച്ച്, മകനാണേലും ദാസന്മാരുടെ അകത്താണ്, ദാസനെ വിളിച്ചിട്ടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. സോ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ മക്കളാണ്. പിതാവിന് നിങ്ങളോട് അധികമായി സ്നേഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ റോമർക്ക് എഴുതിയ ലേഖനം പറയുന്നത് തന്നെ പുത്രനെ പോലും ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ. മാത്രമല്ല പ്രാർത്ഥിക്കുന്ന നമ്മുടെ കാര്യം നമുക്ക് തരണമെന്ന് തന്നെ കർത്താവിൻ്റെ ആഗ്രഹം. പിടിച്ചു മേടിക്കുമെന്നോ, ചോദിക്കുന്ന മുമ്പേ ചോദിക്കാൻ വേണ്ടിയിരിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി ആ ഫ്രീഡവും സന്തോഷവും ഇതൊന്ന് ചിരിക്കണം നന്നായിട്ട്. ആ ടെൻഷനൊക്കെ അങ്ങ് മാറണം. കാര്യം എൻ്റെ ആവശ്യം എല്ലാം ആവശ്യങ്ങളും പിതാവിനറിയാം. അത് സമൃദ്ധിയായി പിതാവിൻ്റെ രീതിയിൽ ചെയ്യും എന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കാം. ഇന്ന് ശാരീരികമായ അസ്വസ്ഥത ഉള്ളവർ മനസ്സിലാക്കണം, നിങ്ങളുടെ ആരോഗ്യമാണ് പിതാവിൻ്റെ ആഗ്രഹവും ഇഷ്ടവും. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നതല്ല അപ്പൻ്റെ ആഗ്രഹം, സന്തോഷിക്കുന്നതാണ്. സോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പോകുന്നത് നമ്മൾ ഒന്നിച്ച് രണ്ടുപേർ ഒരു മനസ്സോടെ ഈ ഭൂമിയിൽ ഒരു കാര്യത്തിന്മേൽ സമ്മതിച്ചാൽ അത് നടക്കും എന്ന് യേശു പറഞ്ഞെങ്കിൽ ആ വചനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാണ്. അത്ഭുതം പ്രതീക്ഷിക്കണം. മാത്രമല്ല ഞങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ ഭാരം യേശു ക്രിസ്തു ആണ് എൻ്റെ കർത്താവെന്ന് പറയുന്നവരുടെ ആ മനോഭാവം മാറി യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം ആഴത്തിൽ വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ വലിയൊരാഗ്രഹമാണ്. ഇന്ന് രാവിലെ ഒരു സൗകര്യം പറഞ്ഞെന്ന് തോന്നില്ല, ബ്രദറിനൊക്കെ പ്രത്യേകമായ പ്രതിപുരുഷന്മാരാണെന്ന് എന്നോട് പറഞ്ഞു. നമ്മളെല്ലാം പ്രതിപുരുഷന്മാർ. അതെ, അതെ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ യേശുവുണ്ട്. ഞങ്ങളിലുള്ളത് തന്നെയാണ് നിങ്ങളിലുള്ളത്. നിങ്ങളെന്ന് കൈവെക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും. അതൊന്ന് തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രായോഗികമായി ഓരോ ദിവസവും
ജയാളിയായി ജീവിക്കുവാൻ ഇത് നിങ്ങളെ സഹായിക്കും. സോ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു മുഖേന അവിടുന്ന് സഭയ്ക്ക് ഞങ്ങൾക്കെല്ലാവർക്കും തന്നിരിക്കുന്ന ആ വലിയ പദവിക്കായി ഞങ്ങൾ തിരിച്ചറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ മക്കളാണെന്നും ഞങ്ങളുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ചെന്നും ഞങ്ങൾക്ക് പിതാവിൻ്റെ തിരുമുമ്പിൽ ആ കൊച്ചു മക്കളെപ്പോലെ ഓടിച്ചെല്ലാനുള്ള പദവിയുണ്ടെന്നും പാപികളായിട്ട് മാറി നിൽക്കുകയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് പ്രാപ്തി തന്നതിനായി സ്തോത്രം. ആ ഒരു ഫ്രീഡത്തിൽ കുഞ്ഞുങ്ങൾ അപ്പൻ്റെ അടുക്കൽ വരുന്ന അതേ ഫ്രീഡത്തിൽ ഞങ്ങൾ വരിക. കർത്താവെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയും അവരുടെ പ്രാർത്ഥനയുടെ ഓരോ കാര്യങ്ങളും ആ ഫ്രീഡത്തോടെ ഞങ്ങളുടെ തിരുസന്നിൽ കൊണ്ടുവരികയും ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ, ആരോഗ്യം വരട്ടെ, മഹാസന്തോഷത്താൽ നിറയപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ ദുഃഖത്തിൻ്റെ ആത്മാവ് മാറട്ടെ. ദാറ്റ് സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് മാറി ആനന്ദ തൈലം കർത്താവ് വരട്ടെ. തുള്ളിച്ചാടുവാൻ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്ന് പറയുന്ന നിലയിൽ ആ മനസ്സിനകത്തൊരു റീജനറേഷൻ ഉണ്ടാകട്ടെ, റിന്യൂവൽ ഉണ്ടാകട്ടെ. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഞങ്ങൾ ഒറ്റ കുടുംബങ്ങളാണ് യേശുവിൻ്റെ രക്തത്താൽ. കർത്താവ് ഒറ്റ ഭവനത്തിൻ്റെ അംഗമാണ്. എന്നാൽ എല്ലാവരും ഒരുപോലെ ആ വെളിപ്പാടിലും ക്രിസ്തു യേശുവിലുള്ള പ്രാഗൽഭ്യം മനസ്സിലാക്കി നിൽക്കുവാൻ സഹായിക്കണം. ഹൃദയക്കണ്ണ് പ്രകാശിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണും വരെയും കർത്താവ് നിങ്ങളെ തൻ്റെ സ്നേഹത്തിൽ പൊതിയട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.